ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല അടിപൊളിയായിട്ട് കാറ്റും തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. We are still in Sydney and we are going to have a brunch. So it's already 2:30 and this is the first time that we are getting out of the hotel for the day. So we just slept really well. That's it. Did you sleep well? Yeah. Okay. ലേറ്റ് ആയിട്ട് എഴുന്നേറ്റതുകൊണ്ട് ഇന്ന് നമ്മൾ ബ്രഞ്ചാണ് കഴിക്കുന്നത്. നമ്മുടെ ബ്രഞ്ച് സ്പെഷ്യൽ സുഷി. അങ്ങനെ നല്ല സൂഷിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഡേവിഡ് ജോൺസിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ടും ഞങ്ങളിപ്പോൾ ഒരു 6 ആഴ്ചയായി ലീവ് എടുത്തിട്ട്. അപ്പോൾ മിസ്റ്റർ ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് എടുക്കാം എന്ന് വിചാരിച്ചു. കാരണം വർക്കിൽ തിരിച്ചു പോകുമ്പം നമ്മൾ മുന്നേ പോയതുപോലെയല്ല, ഞങ്ങൾ ഇവിടുന്ന് സമ്മർ ആയപ്പോഴാണ് നാട്ടിലോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് ക്ലോത്ത്സൊക്കെ എന്തായാലും നമ്മൾ വാങ്ങണം. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലേഡീസ് സെക്ഷനിലോട്ടാണ് പോയത് എനിക്കുള്ള ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താഴെ എത്തുമ്പോഴാണ് അവിടെ കൊക്കക്കോളയുടെ വക എന്തോ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നു. ഒന്ന് കണ്ടു നോക്കട്ടോ. ഒരു QR കോഡ് ഉണ്ട് അവർ തരുന്നത്. അത് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് ആരുടെ പേര് കൊടുക്കണമെങ്കിലും അതിൽ കൊടുക്കാം. എന്നിട്ട് അവരിങ്ങനെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് തരികയാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ പേരിലുള്ള കോക്ക് നമുക്ക് കിട്ടും. ഞാൻ ഹൊസാനയുടെ പേരും ഹൊസാന പാലക്കുടിയിൽ എന്നുമാണ് കൊടുത്തിരുന്നത്. അത് രണ്ടും അവരിങ്ങനെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യും. അവിടുന്ന് നേരെ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ പോയത് വിവിഡ് സിഡ്നിയിലോട്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ടാട്ടോ. അപ്പോൾ സൂഷി ആയിരുന്നല്ലോ നമ്മൾ രാവിലെ കഴിച്ചപ്പോൾ, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ചെറിയ ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഒത്തിരി നടക്കാനുണ്ട് നമുക്ക്. ഇന്ന് നമ്മൾ ഹാർബറിൻ്റെ അങ്ങറ്റം വരെ നമുക്ക് പോകണം. അപ്പോൾ ഇതാണ് വിവിഡ് സിഡ്നി. ഇവിടെ ഒരുപാട് റഷായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവരും സിഡ്നിയിൽ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ലൈറ്റ് ഫെസ്റ്റിവൽ അല്ലേ, എവറി ഇയർ നടക്കുന്നതാണല്ലോ. എന്നാലും ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനായിട്ട്. ഒത്തിരി എൻ്റർടൈനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പാട്ടുകളും ഡാൻസും ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നൈറ്റിൽ ഫയർ വർക്ക്സും ഉണ്ട്. വിവിഡിലെ മെയിൻ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉള്ളത് ഹാർബർ സൈഡിലോട്ടാണ്. അപ്പോൾ ഈ ഹാർബറിലാണ് ഫുൾ ആ പേര് പോലെ തന്നെ നമ്മുടെ ക്രൂസ് ഷിപ്പുകളും എല്ലാ ബോട്ട് ക്രൂസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഹാർബറിലാണ്. ഇതൊരു മെയിൻ സെൻറ്ററാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെയാണ് കൂടുതലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഞങ്ങളാണെങ്കിലും എപ്പോൾ സിഡ്നി വന്നാലും നമ്മൾ ഇവിടെ വന്നിട്ടേ തിരിച്ച് ക്യാൻബറ പോകാറുള്ളൂ. ഇത് നമുക്കൊരു ഗോ ടു പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് സിഡ്നിയിൽ വന്നു എന്നുള്ളൊരു ഫീൽ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ബ്രിഡ്ജ് ഇത് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇവർ. ഇവിടെ നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ അങ്ങറ്റത്ത് വരെ നമുക്ക് നടന്നു പോകാം. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉള്ളതെല്ലാം നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെ ഇവരെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഒത്തിരി അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അതെല്ലാം കണ്ട് നമുക്ക് അങ്ങനെ അങ്ങറ്റത്ത് വരെ നടന്നെത്താവുന്നതാണ്. അപ്പം ഈ ഹാർബർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു $20 to $30 million ആകും നമ്മളൊന്ന് വാങ്ങണമെങ്കിൽ. അത്ര എക്സ്പെൻസീവ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഒത്തിരി IT ഫേംസ് ഉണ്ട്, ഒരുപാട് ബാങ്കുകളുണ്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, കുറേ ഹോട്ടൽസ് ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജെല്ലാം ക്രോസ് ചെയ്ത് പിന്നെയും കുറേ മുന്നോട്ട് നടന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഏരിയയിലാണ് കൂടുതലും റെസ്റ്റോറൻറ്റ്സും പാർട്ടി ഏരിയ, ബാർ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉള്ളത്. ഒരു ബോട്ടൊക്കെ എടുത്ത് അപ്പുറത്തെ സൈഡിൽ വരെ പോയി അവിടുന്ന് തിരിച്ചു വരാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 10 o'clock ആയതുകൊണ്ട് ഇവിടുത്തെ ഇന്നത്തെ സർവീസ് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് കാർ എടുത്ത് നേരെ പോയത് വേറെ എവിടെയല്ല, മന്തി വാങ്ങാനാണ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെയും ഞങ്ങളുടെ ഡിന്നർ, എന്നത്തെയും പോലെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം, ഗുഡ് നൈറ്റ്.